ഹായ് ചിൽഡ്രൻസ് എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റ് ഏതായിരുന്നു? നമ്മുടെ റൂറൽ വൈബ്സ് അല്ലേ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ കൂട്ടുകാരെ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് us. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്, അവൾ നമ്മുടെ കൂടെയുണ്ട്. പാറുവിന്റെ അച്ഛൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പാറൂസ് ഫാദർ said, never think അമ്മ is gone, she is with us, to comfort Paru. He meant that even though her mother had passed away, her love, her memories, and her teaching still lived on with them. So he wanted Paru to feel that her mother's presence was still around them in their hearts and in the nature she loved. പാറുവിനെ ആശ്വസിപ്പിക്കാൻ പാറുവിന്റെ അച്ഛൻ അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്, അവൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അമ്മ മരിച്ചുപോയെങ്കിലും അമ്മയുടെ സ്നേഹവും ഓർമ്മകളും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അവരോടൊപ്പം നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനാൽ അമ്മയുടെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിലും അവൾ സ്നേഹിച്ച പ്രകൃതിയിലും ഇപ്പോഴും ഉണ്ടെന്ന് പാറുവിന് തോന്നണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്തായിരിക്കാം? പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ് ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് ഹർ ഗ്രാൻഡ് മദർ ഇച്ചു അമ്മ വിത്ത് ഹർ, who cared for her and stayed close like a shadow, and she felt connected to nature, which she loved deeply and which reminded her of her mother. പാറുവിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം അവളുടെ മുത്തശ്ശി എച്ചു അമ്മ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. മുത്തശ്ശി അവളെ പരിചരിക്കുകയും ഒരു നിഴൽ പോലെ അടുത്തു നിൽക്കുകയും ചെയ്തു. പ്രകൃതിയുമായി അവൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നി. അത് അവൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. അത് അവളുടെ അമ്മയെ ഓർമ്മിപ്പിച്ചു. Pick out 2 sentences from the text that describe the field. വയലിനെ വിവരിക്കുന്ന വാചകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. First one. They stood at the edge of the field and looked out at the vast stretch of paddy fields. അവർ വയലിന്റെ അരികിൽ നിന്നുകൊണ്ട് വിശാലമായ നെൽപ്പാടം നോക്കി. Second one. It was covered with muddy water. അത് ചെളിവെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. These are the 2 sentences from the text that describe about the field. What is next question? Why were the farmers happy? കർഷകർ സന്തോഷിച്ചത് എന്തുകൊണ്ട്? The farmers were happy because Paru and her grandmother joined them in planting the seedlings, which made the farmers feel encouraged and work with more enthusiasm. പാറുവും മുത്തശ്ശിയും അവരോടൊപ്പം ചേർന്നതിനാൽ കർഷകർ സന്തുഷ്ടരായിരുന്നു. അവർ തൈകൾ നട്ടു. ഇത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. വാട്ട് ഈസ് ഗുഡ് മാനൂർ ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് നല്ല വളം എന്താണ്? Fallen flowers, leaves, and dead insects that decay in the soil form good manure for plants. കൊഴിഞ്ഞു വീഴുന്ന പൂക്കൾ, ഇലകൾ, മണ്ണിലഴുകുന്ന ചത്ത പ്രാണികൾ എന്നിവ സസ്യങ്ങൾക്ക് നല്ല വളമായി മാറുന്നു. The grandmother said that the farm was her home. Why did she say so? മുത്തശ്ശി പറഞ്ഞത് കൃഷിയിടം തന്റെ വീടാണെന്നാണ്. എന്തുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? The grandmother said, the farm is my home because she felt deeply connected to the paddy fields. She had spent most of her life working there, caring for the plants and loving the land. To her, the farm was not just a workplace, it was a place where she felt happy, comfortable, and truly at home. മുത്തശ്ശി പറഞ്ഞത് കൃഷിയിടമാണ് എൻ്റെ വീട് എന്ന്. കാരണം അവർക്ക് നെൽവയലുകളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും അവർ അവിടെ ജോലി ചെയ്തും ചെടികൾ പരിപാലിച്ചും ഭൂമിയെ സ്നേഹിച്ചും ചെലവഴിച്ചു. അവർക്ക് കൃഷിയിടം വെറുമൊരു ജോലിസ്ഥലം മാത്രമായിരുന്നില്ല, അതവർക്ക് സന്തോഷവും സുഖവും യഥാർത്ഥത്തിൽ വീടുപോലെ തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. The last question. Suggest another title for the story. കഥയ്ക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുക. Here I am. Just few suitable titles are showing to you. Paru and the paddy fields, the warmth of Mother Earth, Paru's day in the fields, the heart of the farmer. So these are the questions in this chapter.
അപ്പോൾ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.